ഹായ് ഹലോ. അപ്പോൾ ഇന്നൊരു പനി പിടിച്ച ദിവസമാണ് കേട്ടോ. എൻ്റെ സൗണ്ട് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ എന്നത്തെ പോലെ രാവിലെ എണീറ്റു, കുളിച്ചു, വിളക്ക് വെച്ചിട്ട് നേരെ അടുക്കളയ്ക്ക് കയറി. അടുപ്പ് കത്തിച്ച് എന്നിട്ട് ചോറിനുള്ള വെള്ളം വെച്ചു. ചോറിനുള്ള വെള്ളം വെച്ചിട്ട് ഞാൻ ഗ്രീൻ പീസും കിഴങ്ങും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടോ. അത് കഴിഞ്ഞിട്ട് അപ്പോഴേക്കിനും ചോറിനുള്ള വെള്ളം തിളച്ചിരുന്നു. എന്നിട്ട് അരിയൊക്കെ ഇട്ടു. അരി ഇട്ടതിന് ശേഷം പുട്ടാണ് ഇന്ന് ഉണ്ടാക്കണത്. അപ്പോൾ കുറച്ച് പൊടി എടുത്തിട്ടുള്ളായിരുന്നു. അപ്പോൾ കുറച്ച് പൊടി ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിർക്കാൻ വെച്ചു. ഒരു 5 മിനിറ്റ് കുതിർക്കാൻ വെച്ചു. എന്നാൽ പിന്നെ നല്ല രീതിക്ക് പുട്ട് കിട്ടും കേട്ടോ. അപ്പോഴേക്കിനും നമ്മൾ ചായ റെഡി ആയിട്ടുണ്ട്. ചായ വെള്ളം തിളച്ചിരുന്നു. ചായപ്പൊടിയൊക്കെ ഇട്ട് അതിനുശേഷം കുറച്ച് പരിപ്പ് എടുത്തിട്ട് ഒന്ന് വേവിക്കാൻ വെച്ചു. അപ്പോൾ ഒന്ന് ചീരക്കറി വെക്കാമെന്ന് വെച്ചു. ചീരയും പരിപ്പും തേങ്ങ അരച്ചിട്ടുള്ള അങ്ങനെ കറിന്ന് വെച്ചു. അത് ഞാൻ കുക്കറിൽ വെച്ചു ആദ്യം. പിന്നെ പരിപ്പ് വേവിക്കാൻ വെച്ചു. പിന്നെ ചീര നന്നാക്കാൻ നോക്കിയിട്ട് ചീര നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഒന്നത് കേടായ ചീര ഇലകളും ഉണ്ടായിരുന്നു, അതിൽ നല്ലതും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചു. എന്നിട്ട് നന്നായി ഒന്ന് ഉരച്ചേക്കി കേട്ടോ. നല്ല ചെളി ഉണ്ടായിരുന്നു. അപ്പോൾ കേക്ക് അപ്പോഴേക്കിനാണ് നമ്മളെ ഗ്രീൻ പീസ് പിന്നെ വെന്തിട്ടിയത്. എന്നിട്ടൊരു ചെറിയ പാത്രത്തിൽ മാറ്റി ആ കുക്കറിൽ തന്നെ കുറച്ച് വെള്ളം വെച്ചിട്ട് അതിൽ തന്നെയാണ് പുട്ടുണ്ടാക്കുന്നത്. അപ്പോൾ ചിരട്ടപ്പുട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മറ്റേ ചില്ല് പാത്രം അവിടെ തറവാട്ടിലാണ്. അപ്പോൾ ഇവിടെ വാങ്ങിയപ്പോൾ ചെറുതായിരുന്നു, കാരണം ഞങ്ങൾ 3 ആളല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പിന്നെ ചെറിയ ഇതാണ് വാങ്ങിയത്. പിന്നെ ഞാൻ ഗ്രീൻ പീസിനുള്ള തേങ്ങയും വെള്ളം ഒഴിച്ചിങ്ങോട്ട് ഗ്രീൻ പീസിനുള്ള കറിക്കുള്ള മിക്സാക്കി വെച്ചിരുന്നു. എന്നിട്ട് സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് പിന്നെ അതിലേക്ക് ഗ്രീൻ പീസിൻ്റെ മിക്സ് ഒഴിച്ചു. എന്നിട്ട് നന്നായി ഇളക്കി പിന്നെ ആ തേങ്ങേൻ്റെ മിക്സും കൂടി ഇട്ട് എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അപ്പോഴേക്കും അടുപ്പൊന്ന് കത്തിച്ചു. അതിന് ശേഷം പരിപ്പും ചീരയും വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ ജീരകം പച്ചമുളകും തേങ്ങ ഇട്ടിട്ടുള്ള മിക്സ് അതിലിട്ട് എന്നിട്ടൊന്ന് കടുക് വറുത്ത് അപ്പോഴേക്കും ചോറ് വന്നിട്ടുണ്ടായിരുന്നു. ചോറ് ഊറ്റി വെച്ചു. പിന്നെ ആ ചൂടിൽ തന്നെ ഞാൻ ചൂടുവെള്ളം ഉണ്ടാക്കിയിട്ടോ. കാരണം ഇവിടെ നല്ലതായി വെള്ളം കുടിക്കണം. ഏട്ടന് 2 ലിറ്റർ വെള്ളമൊക്കെ കൊണ്ടുപോകുന്നതാണ്. പിന്നെ ഏട്ടനുള്ള കറിയാക്കി. പിന്നെ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു കഴുകാൻ, അതൊക്കെ കഴുകി. പിന്നെ ഇന്ന് മീനൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇന്ന് പപ്പടം പിന്നെ നാരങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. സുർക്കയിൽ ഇട്ട് വെച്ചതാണ്, വീട്ടിൽ ഞാൻ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.